2006 പത്തനംതിട്ട ജില്ലയിൽ ഒരു കൊലപാതകം നടക്കുന്നു, രമാദേവിയുടെ കൊലപാതകം. അപ്പോൾ ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് അയൽവാസിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശി ചുടലമുത്തുവിലാണ്. പക്ഷേ 17 വർഷങ്ങൾക്ക് ശേഷം അയാളല്ല കൊലപാതകി എന്ന് തിരിച്ചറിയുന്നു. ശരിക്കും പറഞ്ഞാൽ കൊലപാതകി ആരാന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാർ മുഴുവനും ഞെട്ടുകയായിരുന്നു. എന്തായിരുന്നു ആ കേസിന്റെ വിശദാംശങ്ങൾ? ഇത് കേരള പോലീസിൻ്റെ തൊപ്പിയിൽ പൊന്തൂവലായ ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഇത് ഒരുപക്ഷെ കേരള പോലീസിൻ്റെ അശ്രദ്ധയുടെ അല്ലെങ്കിൽ അനാസ്ഥയുടെ ഒരു ചരിത്രമുള്ള ഒരു കൊലപാതക കേസാണ്. പഴയൊരു കേസാണ്. 2006 മെയ് 26 പുല്ലാട്, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് പുല്ലാട് വടക്കേക്കവല വടക്കേ ചട്ടക്കുളത്ത് രമാദേവി എന്ന 50 വയസ്സുകാരിയായ സ്ത്രീ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു. അതിനു മുൻപ് രമാദേവിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറയാം. രമാദേവിയും ഭർത്താവ് ജനാർദ്ദനൻ നായരുമാണ് ഈ പുല്ലാട് വടക്കേക്കവലയിലെ വീട്ടിലെ താമസക്കാർ. ഒരു പഴയൊരു തറവാട് വീടാണ്, ഓടിട്ട പഴയൊരു തറവാട് വീട്. 2 ഏക്കറോളം വിസ്താരമുള്ള ഒരു പുരയിടത്തിൻ്റെ നടുവിലാണ് ഇവരുടെ വീട്. അതുകൊണ്ട് തന്നെ അയൽവാസികളൊക്കെ അല്പം ദൂരത്താണ്. അന്നൊരു മഴയുള്ള ദിവസമാണ്, 2006 മെയ് 26. ഈ ജനാർദ്ദനൻ നായർ ഒരു പോസ്റ്റ് മാസ്റ്ററാണ്. ചെങ്ങന്നൂർ തപാൽ ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. അങ്ങനെ അന്നേ ദിവസം ആ പ്രദേശത്താകെ കനത്ത മഴയാണ്. ഈ മഴയത്ത് ജനാർദ്ദനൻ നായർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. സമയം സന്ധ്യയോടെ എടുക്കുന്നു. പ്രദേശത്താകെ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇയാൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഏകദേശം ഇരുട്ടിയിരുന്നു. ഭാര്യയെ പുറത്തൊന്നും കാണാനില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ ഒച്ചയോ അനക്കമൊന്നും. സാധാരണ നാമൊക്കെ ചെല്ലുന്ന വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സമയമായിരുന്നിട്ടും അവിടെ ഭാര്യ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ജനാർദ്ദനൻ നായർ വീടിൻ്റെ ചുറ്റും നടന്ന് ഭാര്യയെ വിളിക്കുന്നു. പക്ഷേ അനക്കമൊന്നുമില്ല. അങ്ങനെ ഈ വീടിൻ്റെ പ്രത്യേകത, ഇത് പിന്നീട് കേസിൽ നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് എത്തിയതാണ്. കാരണം ഈ വീട് നമ്മുടെ അത്യാവശ്യം പൊക്കത്താണ് ഇതിൻ്റെ കുറ്റിയിടുന്ന സ്ഥലം. ഈ കുറ്റി ഇട്ട് അകത്ത് മുകളിൽ ഒരു ജനാലയാണ്, മുകളിലേക്ക് തുറക്കാൻ സാധിക്കുന്ന ജനാല. ഈ ജനാലയിലൂടെ ഈ കുറ്റി തുറന്നാണ് ജനാർദ്ദനൻ നായർ ഒടുവിൽ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ കഴുത്തിന് ഇടതുഭാഗത്ത് കുറുകെ ഒരു വെട്ടേറ്റ് ഭാര്യ കിടക്കുന്നു. സമീപത്താകെ രക്തം തളം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിഭ്രാന്തനായ ജനാർദ്ദനൻ നായർ പുറത്തേക്ക് ഓടുന്നു. സമീപവാസികളെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം സംഘടിച്ച് ആദ്യം കോയിപ്പുറം പോലീസിലാണ് ഈ വിവരം അറിയിക്കുന്നത്. കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ പുല്ലാട് വടക്കേക്കവല. അങ്ങനെ പോലീസ് വന്ന് അന്വേഷണം നടത്തുന്നു. പോലീസ് അന്വേഷണം നടത്തിയിട്ടും രമാദേവിയുടെ ശരീരത്തിലുണ്ടായിരുന്ന 2 പവൻ്റെ ഒരു മാല മാത്രമാണ് മിസ്സിങ്. അപ്പോൾ മാല മിസ്സായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു മോഷണ ശ്രമത്തിനിടെ നടന്നൊരു കൊലപാതകമായിട്ട് പോലീസിൻ്റെ ഒരു അനുമാനമെത്തി. അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു. ജനാർദ്ദനൻ നായർ പോലീസിനും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ അന്വേഷണം ആദ്യം തന്നെ കേന്ദ്രീകരിച്ചത് പ്രദേശവാസിയായ ചുടലമുത്തു എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയിലാണ്. അംബാസമുദ്രം സ്വദേശിയാണ് ഇയാൾ ഒരു 6 മാസമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവരുടെ വീടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ പരിധിയിൽ കെട്ടിടം പണികൾ നടത്തി വന്നിരുന്ന ഒരാളാണ്. ഇയാൾ അർബുദമണി എന്ന ഒരു സ്ത്രീയുമായിട്ടാണ് ഇവരുടെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു അനുമാനത്തിലെത്തി. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു തെളിവ് കൂടി പോലീസിനുണ്ട്. കാരണം ഇയാൾ ഈ സംഭവം നടന്ന അന്ന് മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ മിസ്സിംഗ് ആകുമ്പോൾ തീർച്ചയായും അന്വേഷണം അയാളിലേക്ക് കേന്ദ്രീകരിക്കും. അങ്ങനെ ജനാർദ്ദനൻ നായരും ഇത് സാധൂകരിക്കുന്ന ഒരുപാട് മൊഴികൾ പോലീസിന് കൊടുത്തു. ആദ്യഘട്ടത്തിൽ കോയിപ്പുറം പോലീസാണ് അന്വേഷിച്ചത്. പിന്നീട് ഈ കേസന്വേഷണം ഈ ചുടലമുത്തുവിനെ കണ്ടെത്താതെ ഈ അന്വേഷണം എങ്ങും എത്തില്ല. പ്രത്യേകിച്ച് മഴയുള്ള ദിവസമായിരുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഫോറൻസിക് തെളിവുകൾ കണ്ടെത്തുന്നതിലും ഒരുപാട് അപര്യാപ്തതകൾ ഉണ്ടായിരുന്നു. മഴയത്തെ തെളിവുകളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡിനെ വെച്ചൊന്നും ആ സമയത്ത് പരിശോധിക്കാൻ പറ്റില്ല, അതിന് പരിമിതികളുണ്ട്. അങ്ങനെ ചുടലമുത്തു എവിടെ എന്നുള്ള അന്വേഷണത്തിലായി പോലീസ് സംഘം. ഇതേറെക്കാലം മുന്നോട്ട് പോയി. ജനാർദ്ദനൻ നായരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ആ സമയത്ത് രൂപീകരിച്ചിരുന്നു. കേസന്വേഷണം ഇഴയുന്നു. കുറ്റം ചെയ്തയാൾ ഒളിവിലാണ്. അയാളെ കണ്ടെത്താൻ കേരള പോലീസ് മതിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ജനാർദ്ദനൻ നായർ തന്നെയാണ് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി കൊടുക്കുന്നത്. ഇത് പ്രകാരം 2007 ജനുവരിയിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച്, 2006 മെയ് 26 നടന്ന കൊലപാതകം 2007 ജനുവരിയിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും കേസിൽ യാതൊരു തുമ്പുമില്ല. ഇതിനിടയ്ക്ക് ഈ സംഭവം നടന്ന് 7 മാസത്തിന് ശേഷമാണ് ഇവരുടെ വീട്ടിലെ ഒരു കിണറ്റിൽ നിന്ന്, വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ നിന്ന് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്തുന്നത്. ഇതിലടക്കം പോലീസിന് അശ്രദ്ധയുണ്ടായിട്ടുണ്ട്. കാരണം
കൊലപാതകം നടന്ന അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ കത്തി കണ്ടെത്തിയിരുന്നെങ്കിൽ തീർച്ചയായും പ്രതിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 7 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കിണറ്റിൽ നിന്ന് കത്തി കണ്ടെത്തുന്നത്. എന്നാൽ ഈ കത്തി കണ്ടെത്തുമ്പോൾ DNA അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2019 പിന്നീട് ഈ കേസിനെ കുറിച്ച് നമ്മളൊക്കെ അല്ലെങ്കിൽ പോലീസ് കാര്യമായിട്ട് എടുക്കുന്നത്. അതുവരെ തുമ്പില്ലാതെ ചുടലമുത്തുവിലേക്ക് എത്താത്ത ഒരു കേസായിരുന്നു. 2019 കേസ് തിരുവല്ല ക്രൈംബ്രാഞ്ചിന് കൈമാറി. തിരുവല്ല ക്രൈംബ്രാഞ്ചാണ് ശരിക്കും ഈ കേസിലൊരു നിർണായകമായ വഴിത്തിരിവുണ്ടാക്കുന്നത്. കാരണം ഈ ചുടലമുത്തുവിനൊപ്പം അന്നുണ്ടായിരുന്ന അർബുദമണി എന്ന സ്ത്രീയെ, തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീയെ തെങ്കാശിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കണ്ടെത്തിയ കുറച്ച് വിവരങ്ങൾ, കേരള പോലീസിന് കിട്ടിയ, ക്രൈംബ്രാഞ്ചിന് കിട്ടിയ കുറച്ച് വിവരങ്ങളിൽ നിന്നാണ് യഥാർത്ഥ പ്രതിയിലേക്ക് ഈ കേസ് എത്തുന്നത്. ഈ സ്ത്രീക്ക് പോലീസ് കണ്ടെത്തുമ്പോൾ 5 അടി 2 ഇഞ്ചാണ് ഉയരം. 5 അടി 2 ഇഞ്ചുള്ള ഈ സ്ത്രീയേക്കാൾ ഉയരക്കുറവാണ് ചുടലമുത്തു എന്നറിയപ്പെടുന്ന ഈ തമിഴ്നാട് സ്വദേശിക്ക്. അതുകൊണ്ട് തന്നെ ഈ അകത്തെ താഴ്ത്തടച്ച കതക് എങ്ങനെ 5 അടി പൊക്കമുള്ള ഒരാൾ 6 അടിയിലധികം ഉയരമുള്ള ഈ കതക് എങ്ങനെ തുറന്നു എന്ന് പോലീസ് സംഘത്തിനൊരു സംശയമുണ്ടായി. അതുവരെ ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ഒരാളെ ഈ പോലീസിന്റെ സംശയ നിഴലില്ല. അക്കാലത്ത് ഭർത്താവിലേക്ക് സംശയ നിഴലുകൾ നാട്ടുകാർ പ്രകടിപ്പിച്ചുവെങ്കിലും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ നേതൃത്വം വഹിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നടത്തുന്ന ഒരാൾ ഇത്തരത്തിലൊന്ന് ചെയ്യുമെന്ന് നാട്ടുകാരല്ല പോലീസുകാർ പോലും വിചാരിച്ചില്ല. അങ്ങനെ പോലീസ് പിന്നീട് ഒരു ഡമ്മി പരീക്ഷണം നടത്തി. അതിനും പരിമിതികളുണ്ടായിരുന്നു. കാരണം ഈ പുല്ലാട് വടക്കേക്കവലയിൽ ഈ വീട്, ഈ സംഭവം നടന്ന് 1.5 വർഷത്തിന് ശേഷം ജനാർദ്ദനൻ നായർ വിറ്റു. ഇതൊരു ഭൂമാഫിയയുടെ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ടീമിൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. അങ്ങനെ ഈ 2.5 ഏക്കറിൻ്റെ നടുവിലെ ഈ പുരയിടം പൊളിച്ചു മാറ്റി. ഇപ്പോഴും ആ കിണർ മാത്രമാണ് ആ പ്രദേശത്ത് അവശേഷിക്കുന്നത്. വീടില്ലാതെ ഈ വീട്ടിലെ 6 അടിയിലധികം ഉയരമുള്ള കതക് 5 അടി ഉയരമുള്ള ഈ ചുടലമുത്തു എങ്ങനെ തുറന്നു എന്നറിയാൻ വേണ്ടി പോലീസ് റവന്യൂ രേഖകൾ പരിശോധിച്ച് ഈ ഒരു കട്ടളയുടെ രൂപം ഉണ്ടാക്കി ഇത് 5 അടി ഉയരമുള്ള ഒരാളെ കൊണ്ട് തുറപ്പിക്കാൻ ശ്രമിച്ചു. നടക്കില്ല. അപ്പോൾ ഇത് ചുടലമുത്തു അല്ല എന്ന് തെളിഞ്ഞു. കാരണം ചുടലമുത്തു ഇപ്പോഴും 17 വർഷമായിട്ടും ചുടലമുത്തുവിനെ കണ്ടെത്തിയിട്ടില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അർബുദമണി എന്ന സ്ത്രീയെ മാത്രമാണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് ഇതെത്തുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് ഈ 2006 മെയ് 26 നടന്ന കൊലപാതകത്തിൽ അന്ന് പോലീസ് ശേഖരിച്ച കുറച്ച് തെളിവുകളുണ്ട്. ഈ രമാദേവി കൊല്ലപ്പെടുമ്പോൾ രമാദേവിയുടെ 2 കൈകളിലുമായി 40ഓളം മുടിയിഴകൾ ഉണ്ടായിരുന്നു. വലത് കൈയിൽ 36ഉം ഇടത് കൈയിൽ 4 മുടിയിഴകളും ഉണ്ടായിരുന്നു. ഈ മുടിയിഴകൾ ചുടലമുത്തുവിൻ്റെതാണെന്നാണ് പോലീസ് സംഘം കരുതിയത്. ഇത് ശരിക്കും അന്ന് ആ മുടിയുടെ DNA സാമ്പിൾ എടുത്തിരുന്നുവെങ്കിൽ അന്നേ കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇത് നടക്കുന്നത് ഈ 17 വർഷങ്ങൾ കഴിഞ്ഞാണ്. 17 വർഷങ്ങൾ കഴിഞ്ഞ് DNA പരിശോധിക്കുന്ന പോലീസ് അറിയുന്നത് ഈ മുടിയിഴകൾ ഭർത്താവ് ജനാർദ്ദനൻ നായരുടേതാണ്. അങ്ങനെയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നത്. ശരിക്കും ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ രമാദേവിയിൽ ജനാർദ്ദനൻ നായർക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ഈ ചുടലമുത്തു ആയിടയ്ക്കാണ് അവിടെ ജോലി തേടിയെത്തുന്നത്. ചുടലമുത്തു ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു. വെള്ളം ശേഖരിക്കാനും മറ്റുമായി അങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നു. അത് ജനാർദ്ദനൻ നായർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഭാര്യയിൽ സംശയമുണ്ടായിരുന്ന ജനാർദ്ദനൻ നായർ വീട്ടിലെ ഫോൺ വിളിക്കുന്നത് പോലും കർശനമായി നിയന്ത്രിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ഈ രമാദേവി സമീപത്തുള്ള ക്ഷേത്രത്തിലൊരു പരിപാടി നടപ്പുണ്ട്. എന്തോ ഭാഗവത യജ്ഞമോ എന്തോ ആണ്. അപ്പോൾ ഈ ഭാഗവത യജ്ഞത്തിന് പോകാൻ വേണ്ടി ഇയാളോട് അനുവാദം ചോദിക്കുന്നു. ഇയാൾ പറയുന്നു പോകരുത്. എന്നാൽ രമാദേവി ഈ അമ്പലത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. ഇതാണ് തിരിച്ചു വന്ന ഇതറിഞ്ഞ ജനാർദ്ദനൻ നായരാണ് പ്രകോപിതനായത്. അങ്ങനെ ഇവർ തമ്മിലുള്ള വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിലെത്തി. തുടർന്ന് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് ഇയാൾ ഭാര്യയുടെ ഇടത് കഴുത്തിലേക്ക് വെട്ടി. ഈ വെട്ടിൽ ഈ കഴുത്ത് അറ്റ് തൂങ്ങിയിരുന്നു. പിന്നീടാണ് ഇയാൾ പുറത്തിറങ്ങി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തി എടുത്ത് കിണറ്റിലേക്കിട്ട് ഇയാൾ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു നാടകം നടത്തിയത്. അതിനുശേഷം ഈ കേസ് തെളിയുന്നത് 2023 ജൂലൈയിലാണ് ആലപ്പുഴ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിൻ്റെ N രാജനാണെന്ന് തോന്നുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസിലൊരു നിർണായക തെളിവുണ്ടാക്കുന്നത്. ഈ ഏകദേശം 17 വർഷത്തോളം കഴിഞ്ഞിരുന്നു. ഈ ജനാർദ്ദനൻ നായർക്ക് ഇപ്പോൾ 75 വയസ്സുണ്ട്. എന്നോ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അയാൾ ജയിലിലേക്ക് പോകുന്നത്. ഇയാളുടെ പ്രായം കണക്കിലെടുത്ത് ഏകദേശം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്തായാലും ഒരു പ്രതിയുടെ
ബുദ്ധിസാമർഥ്യത്തിനപ്പുറം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് ഏറെക്കാലം ഇഴഞ്ഞുപോയ ഒരു കേസായിരുന്നു ഈ പുല്ലാട് രമാദേവിയുടെ കൊലപാതകം.